റോ ആയിട്ട് എനിക്ക് പറയാൻ പറ്റണമെങ്കിൽ എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് ആണത്. എനിക്ക് ടോപ്പിക്കിലേക്ക് തന്നെ വരാം. ഈ ലവ് എന്ന് പറഞ്ഞ കാര്യത്തിൽ നമ്മൾ പല മിസ്റ്റേക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചെയ്യും. പക്ഷെങ്കിൽ നമുക്ക് ലവ് എന്ന് പറഞ്ഞ കാര്യത്തിൽ പറ്റിപ്പോകുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അത് അയാളോട് പറയാൻ മടിക്കുന്നതാണ്. ഇപ്പം എന്തുകൊണ്ട് അയാൾ അത് പറഞ്ഞാൽ അയാൾ വിട്ടുപോകുമോ, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നല്ല ഫ്രണ്ട്സ് ആണെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പ് എൻഡ് ആവുമോ, അപ്പോൾ അവർ നമ്മളെ റിജക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി. അപ്പം നിങ്ങൾ ആ ഒരു ചിന്തയിനേക്കാളും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മോശം എന്ന് വെച്ചാൽ നമുക്ക് സീരിയസ് ആയിട്ട് ഒരാൾ ഇഷ്ടമുണ്ടെങ്കിൽ അത് പറയാണ്ടിരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ അത് അവരറിഞ്ഞ് നമ്മളെ റിജക്റ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് വേദന ഉണ്ടാക്കുക. ഒരിക്കലും അത് അവരറിഞ്ഞിട്ടുമില്ല, നമുക്ക് പറയാനൊരു ചാൻസും കിട്ടിയിട്ടില്ല, നമ്മൾ പറയാനുള്ള ധൈര്യവും കാണിച്ചിട്ടില്ല. ഇത് ഇത്രയും എന്താ പറയുക, റോ ആയിട്ട് എനിക്ക് പറയാൻ പറ്റണമെങ്കിൽ എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും വലിയ റിഗ്രറ്റ് ആണത്. എനിക്ക് ഒരാളോട് സീരിയസ് ആയിട്ട് ഇഷ്ടമുണ്ടായിട്ട് അത് ഇതുവരെ പറയാൻ പറ്റിയില്ല, അവരറിഞ്ഞിട്ടില്ല എന്നുള്ള എൻ്റെ ഒരു തോട്ട്. ഇതിപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും അപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം, അവർ റിജക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യട്ടെ. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു റിഗ്രറ്റ് അത് നിങ്ങളുടെ ലൈഫ് ലോങ് ഉണ്ടാവും. പിന്നെ റിഗ്രറ്റ് ഇപ്പം റിജക്റ്റ് ചെയ്താൽ അവർ നമ്മൾ വേണ്ട എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കാലത്തേക്ക് ഒരു വിഷമം ഉണ്ടാവും. പക്ഷെങ്കിൽ മറ്റേത് അതുപോലെയല്ല. അപ്പം അത്ര തന്നെ. ഇതുവേണേൽ എനിക്ക് നീട്ടിക്കൊണ്ടുപോകാം. പക്ഷെങ്കിൽ എനിക്ക് ഇന്ന് ഒരു വ്ളോഗിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമായിട്ട് തോന്നിയത് ഇത് മാത്രമാണ്.